പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിമിഷങ്ങളൊക്കെ അഭിഷേകത്തിന്റെ നിമിഷങ്ങളാക്കി മാറ്റുവാൻ അങ്ങയുടെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് ഞങ്ങൾക്ക് ആരാധിച്ചിടുന്നു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കും ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വ ആരാധന. ആരാധിച്ചിടുന്നു പാടി നമിക്കുന്നു ഞങ്ങൾ. ഒരുമിച്ച് പാടാം. ആരാധിച്ചിടുന്നു ഞങ്ങൾ പാടി നമിക്കുന്നു ഞങ്ങൾ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ സഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോട് ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്കിപ്പോൾ മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. ആരാധനയുടെ നിമിഷങ്ങളൊക്കെ ദൈവികാനുഭവത്തിന്റെയും ദൈവിക സ്പർശനത്തിന്റെയും പരിശുദ്ധാത്മാഭിഷേകത്തിന്റെയും സമയമാക്കി മാറുവാൻ നമുക്കെല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കൃപാസനത്തിൽ എത്തിച്ചേരുമ്പോൾ പുതുതായിട്ട് എടുത്തുന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവമാണ് എന്നെ എൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ കാലത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇത് എല്ലാവർക്കും അറിയാം, ഇത് ദൈവമാണ് കൊണ്ടുവന്നതെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് നിങ്ങളുടെ വിഷയമായിട്ട് ആനുപാതികമല്ല. അതാ പ്രശ്നം. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ദൈവമാണ് കൊണ്ടുവന്നതെന്നറിയാം, ബട്ട് അവരുടെ ഒരു മിനിമം ഡൗട്ട് ചില ആൾക്കാരെ നിലനിർത്താനുണ്ട്. ഒക്കുമായിരിക്കും അല്ലേ? ചിലക്ക് കൃപാസനം മാതാവിലെ അനുഭവം ഇല്ലാത്ത കൊണ്ട് വിശ്വാസം ചിലർക്ക് ആദ്യഘട്ടങ്ങളിൽ കുറവായി വരാം. ചിലർക്ക് അവരിൽ തന്നെ വിശ്വാസമില്ല. അവർ എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമായിരിക്കുമോ? അവർ തന്നെ എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതെൻ്റെ വലിയ മഹാസംഭവമാണ്, ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളൊരു ധാരണയിലാണ് അവരങ്ങനെ പറയണത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. സാധാരണ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, സാക്ഷ്യങ്ങൾ, ഈ സന്ത്രാസമൊന്നുമില്ലാതെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. സാക്ഷ്യങ്ങളിങ്ങനെ സാക്ഷ്യങ്ങൾക്കുള്ള പ്രശ്നത്തിൽ നിങ്ങൾക്കറിയാം, സാക്ഷ്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് ഒരു ധ്യാനകേന്ദ്രമായതുകൊണ്ട് സ്വാഭാവികമായി അവിടെ ദൈവം പ്രവർത്തിക്കും. അങ്ങനെ വരുന്ന സ്വാഭാവിക സാക്ഷ്യങ്ങളല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ സാക്ഷ്യത്തിന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? ആ ലക്ഷ്യം അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കണം. അതാണ് പ്രശ്നം. അപ്പം നമ്മുടെ പ്രശ്നം അല്ലത്, അത് ദൈവത്തിൻ്റെ പ്രശ്നമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി 10-8 സൂചി കാണിച്ച് ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് 2004 പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിച്ച് ലോകത്തിന് മാതാവിൻ്റെ സന്ദേശം കൈമാറണം. അതാണ് അതിനു വേണ്ടിയാണ് ഉടമ്പടി തന്നിരിക്കുന്നത്. ഉടമ്പടി തന്നതിൻ്റെ കാരണം എത്രയോ സ്ഥലങ്ങളിൽ പ്രത്യക്ഷീകരണം നടക്കുന്നു. അവിടെ ഒന്നും കൊടുക്കാത്ത ഒരു പ്രത്യേക രക്ഷാകര പദ്ധതി ആദ്യം 2015 ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 10ാമത്തെ വർഷത്തിൽ, അത് 10ാം വർഷമായെന്ന് എനിക്ക് പോലും അതിനെക്കുറിച്ചൊരു കോൺഷ്യസ് ഇല്ലായിരുന്നു. കാര്യം കൃപാസനം വേറൊരു മോഡ് ഓഫ് സർവീസിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. അപ്പോൾ ശുശ്രൂഷയ്ക്ക് പഞ്ഞമില്ലായിരുന്നു, ആൾക്കാർക്ക് കുറവില്ലായിരുന്നു, ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2015 ആദ്യമായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോഴാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിട്ടിയത്. എന്താണ്? അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി. അതാണ്
അതൊന്നും എൻ്റെ വാക്കുകളൊന്നുമല്ല. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ എന്നായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ജിസ്റ്റ് എന്ന് പറയുന്നത്. അത് ആൾക്കാർ 6 മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഈ ഉടമ്പടി വരണത്. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര ദൈവികമായ പദ്ധതി എന്തിനാണ്? കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും. അപ്പോൾ കുടുംബത്തിനകത്തുണ്ട്. അപ്പം കുടുംബത്തെ ഓറിയൻറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് അമ്മ ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഉടമ്പടിയുടെ എല്ലാ വിഷയങ്ങളിലും കുടുംബജീവിതം തന്നെയാണ്. കുടുംബജീവിതം എന്ന് പറയണത് അതിനകത്ത് ജോലി, വീട്, വിവാഹം. നിങ്ങളവർക്കും എപ്പോഴും ഓർക്കും എന്താ എപ്പോഴും ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്ന്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും പറയണത് എന്താണ്? മനുഷ്യമായ വിഷയങ്ങൾ തന്നെയാണ് പറയണത് എല്ലാം. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റാണ്. കാര്യം കുടുംബം തകർച്ച നേരിടുന്ന, ദുരന്തം ഉണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം. അപ്പം ഞാൻ ചരിച്ചത് ഉടനെ പിറ്റേ മാസമാണ് സുനാമി ഉണ്ടായത്. പിന്നെ ഉടനെ ചിക്കൻ ഗുനിയ ഉണ്ടായി 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ. പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ നിപ്പ വൈറസ് വന്നു. പിന്നെ 2018 വന്നപ്പോൾ പ്രളയം വന്നു. 19 കോവിഡ് വന്നു. ഇങ്ങനെ ദുരന്തത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ വന്നു. അപ്പം ഞാനും ആ ലെവലിലാണ് ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കണത്. പക്ഷേ എന്നാലും പ്രാർത്ഥന തന്നിരിക്കുന്നത് എന്താണ്? പ്രാർത്ഥന തന്നിരിക്കുന്നത് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും എന്നാണ് കിടക്കുന്നത്. ആ പ്രാർത്ഥനയിൽ 2015 ആ വെളിപാട് പ്രത്യക്ഷീകരണം, ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന അതാണ്. അപ്പോൾ കുടുംബമുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയണത് ഞാൻ വിചാരിച്ച പ്രകൃതി ദുരന്തമായിരിക്കും എന്നാണ്. പക്ഷേ ഇപ്പോഴെന്താ ഈശോ പറയണത്? പ്രകൃതി ദുരന്തം മാത്രമല്ല, ഈ കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് കുടുംബങ്ങളിലല്ലേ? ഈ കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് കുടുംബങ്ങളിൽ ദുരന്തം സംഭവിച്ചാൽ പിന്നെ പ്രകൃതി സമാധാനമായിട്ടും കാര്യമില്ല. പിന്നെ കുടുംബം ദുരിതം അനുഭവിച്ചു. ഇപ്പം ചില ആൾക്കാരെ വണ്ടി ഇടിച്ച് ചാകട്ടെ, അതിലും പെണ്ണുമ്പോൾ വഴക്കിട്ട് പോയില്ല, കുഞ്ഞുങ്ങളും പോയി, എനിക്കാരുമില്ല, പിന്നെ ചത്താലെന്താ? മറ്റുള്ള ദുരന്തങ്ങളെല്ലാം ആൾക്കാർക്ക് സെക്കൻഡറിയാണ്. നമ്മളെന്തിനാണ് രോഗമില്ലാതിരിക്കണം? എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റണം. രോഗമില്ലാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? എനിക്ക് ഒരമ്മ രോഗമില്ലാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ കണ്ണടയുന്നവരെ എൻ്റെ വരെ എങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം. കുടുംബമാണ് പ്രശ്നം. അപ്പം ഈ കൃപാസനത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് ദൈവികമായ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന കുടുംബത്തെയാണ്. ഈ കുടുംബം ലോകം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചീവ് ഇപ്പോഴാണ് നമുക്ക് തടയുന്നത്. യൂറോപ്പൊക്കെ നേരത്തെ തകർന്നതിൻ്റെ കൂടെ പള്ളിയും തകർന്നു. കുടുംബം തകർന്നപ്പോൾ പള്ളിയും തകർന്നു. ഞാൻ ചില രാജ്യങ്ങളിൽ ചെന്നപ്പോൾ അവിടെ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. കുടുംബം തകർന്നു അവിടെ. അപ്പോൾ എന്ത് പക്ഷേ കഴിഞ്ഞാൽ കുടുംബം തകർന്ന പള്ളി തകരും, അതുപോലെ തന്നെ സഭ തകരും, എല്ലാം തീരും. കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾ കുടുംബത്തോടാണ് ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നത്. ഇപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ ഡൈവേഴ്സുകാരും കോടതി കൊടുത്തിരിക്കുന്നവരും അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിചാരിക്കണത് എങ്ങനെയെങ്കിലും ഈ കാലം മാടാനിടയ്ക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ അവളുടെ പഠിപ്പിൻ്റെ അധ്യത്വമാണ്, അവൾ പോയിട്ട് അവിടെ വേറെ ആൾക്കാരെ കമ്പനി അടിക്കുകയാണ്. അറിയാൻ പാടില്ലേ, ഇയാൾ സ്വന്തമായിട്ട് കൃതിക്കാണ് ഇവിടെ നാട്ടിലിരുന്നോണ്ടേ, കൃതിക്കാണ്. അവളുടെ ഡ്യൂട്ടി കൊണ്ട് ഭാരം കൊണ്ട് ചിലപ്പോൾ സമയത്ത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല. എടുക്കാഞ്ഞിട്ടല്ല, എടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ നിങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ചെന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നാൽ മാത്രമേ അവരെന്തുമാത്രം പ്രഷർ, ടെൻഷൻ, ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സ്നേഹം കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ അകൽച്ച എന്ന് പറയുമ്പോൾ മലയാളികളുടെ ഏറ്റവും വലിയ ഈ വരാൻ പോണ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അകൽച്ചയാണ്. ശരിക്കും
നമ്മൾ കുടുംബത്തിൽ വരുമ്പോൾ ഒരു മിനിമം കാഷ്വാലിറ്റി നമുക്ക് കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകും. ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉള്ള കാരണവും താല്പര്യങ്ങളൊക്കെ വ്യക്തിപരമായത് കാരണം ചിലപ്പോൾ ചില ക്രാഷ് ഉണ്ടാകും. പക്ഷേ അത് 10%മാണുള്ളത്. പക്ഷെ അകന്നിരിക്കുമ്പോൾ ഉള്ള ക്രാഷ് ഒരു 50% വരെ ചെല്ലും. എന്താ കാര്യത്തിൽ ഈ അകന്നിരിക്കുമ്പോഴുള്ള റിലേഷൻസ് മുഴുവൻ ഇക്കണോമിക് ഫൈനാൻസ് റിലേഷനാണ്. നോട്ട് ബോഡി റിലേഷൻ, നോട്ട് മെൻ്റൽ റിലേഷൻ. സ്കൈപ്പിലൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബോറടിക്കത്തില്ല മനുഷ്യന്. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന് ബോറെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ അടിക്കും നമുക്കിട്ട് വന്ന്. നമ്മൾ തിരിച്ചടിക്കാൻ വല്ലതും പറ്റുമോ ബോറനിട്ട്? അത് സഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ സംവിധാനങ്ങളൊന്നും സപ്പോർട്ടീവ് അല്ലാത്ത സമയം വരും. അപ്പോൾ എപ്പോഴും കടമാണ്, പണം വേണം, കടമാണ്, ശമ്പളം കിട്ടിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റിലേഷൻസിൽ മുഴുവനും ഫൈനാൻസ് റിലേഷനേ ഉണ്ടാകത്തുള്ളൂ. ഫൈനാൻസ് റിലേഷൻ. അപ്പോൾ അല്ലെങ്കിൽ അവൻ വിചാരിക്കുന്നത് എൻ്റെ കുടുംബക്കാരും അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടി എന്നൊരു കറവപ്പശായിട്ട് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. NRIയുടെ കുറേ ആൾക്കാർക്കുള്ള പ്രശ്നം എന്തായിരുന്നു? അവരമ്മയും മക്കളും എപ്പോഴും പപ്പായും വിളിക്കും, മമ്മി വിളിക്കും, പിള്ളേർ വിളിക്കും, ചിടുങ്ങി വിളിക്കും, കിടുങ്ങി വിളിക്കും, കുടുങ്ങി വിളിക്കും. എന്തായാലും കാശാണ് പ്രശ്നം. അയാൾക്കറിയാമല്ലോ, അത് കുറേ അഭ്യാസമൊക്കെ അറിയാമല്ലോ. ഈ കിടുങ്ങി കുടുങ്ങിയൊക്കെ വിളിക്കുന്നതിൻ്റെ പിന്നിൽ അവസാനം കാശിലെ വന്ന് നിൽക്കത്തുള്ളൂ എന്നറിയാം. പൂച്ചയെ എങ്ങനെ പിടിച്ചടങ്ങിയാലും 4 കാലേ വന്ന് നിൽക്കും. എന്ത് സംസാരമായാലും അവസാനം കാശിലെ വന്ന് നിൽക്കും. അപ്പോൾ ആൾക്കാർക്ക് ബോറടിക്കോ? അപ്പം ഈ ബോറടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിനക്കറിയാവോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവോ ഞാൻ എന്ത് അവസ്ഥയിലാണ് ഇവിടെ ജീവിക്കണമെന്ന്? അപ്പം അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നം വരും. മനസ്സിലാകുന്നില്ല. അപ്പം ഇവിടുത്തെ കേമത്വം കഷ്ടപ്പാട് ഇവരും അങ്ങോട്ട് കെട്ടിയിടുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിടുന്നതിൽ എന്ത് കാണിക്കാനാവും? ഒന്നും കാണിക്കാനില്ല. പക്ഷെ അതേസമയം തന്നെ ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു സത്യമുണ്ട്. കിട്ടുന്ന സമയം 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് വീഡിയോ കോൺഫറൻസിൽ ജപമാല ചെല്ലണ ഞാൻ കണ്ടിട്ടുണ്ട്. 10 മിനിറ്റേ കിട്ടത്തുള്ളൂ അവർക്ക്, 2 പേർക്ക് കിട്ടണ്ടല്ലോ സമയം. അപ്പം കിട്ടുന്ന സമയത്ത് അവർ ദൈവത്തിന് അതിനകത്ത് കക്ഷി ചേർക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ കുടുംബം സെറ്റ് ചെയ്യുമ്പോൾ ഒരേ വിശ്വാസത്തിലുള്ളവർ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ ഒരേ ജോലി അനുസരിച്ചാണ് സെറ്റ് ചെയ്യണത്. ഒരേ ജോലി, PR അല്ലങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് സെറ്റ് ചെയ്യണത്. പക്ഷെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരേ വിശ്വാസം എന്ന് പറയുന്നത്. ഒരേ വിശ്വാസത്തിലാണ് കുടുംബം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സുരക്ഷിതത്വം കിട്ടാവും. പക്ഷേ വിശ്വാസം പ്രാക്ടീസ് ചെയ്യണം. വിശ്വാസം താത്വികമായിട്ട് ആശയപരമായിട്ട് ഇങ്ങനെ ഒരു ഇരുട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അത് പ്രാക്ടീസിങ് ഫെയ്ത്താണ്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിങ് ആയിരിക്കണം. അല്ലെങ്കിൽ ഫെയ്ത്തിനൊരു കുഴപ്പമുള്ള, വിശ്വാസത്തിൻ്റെ കുഴപ്പമുള്ളത് വിശ്വാസത്തിൻ്റെ അകത്ത് തന്നെ സംശയമുണ്ട്. ഇൻബിൽട്ടാണ്. വിശ്വാസത്തിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന സാധനമാണ് സംശയം. അപ്പം കണ്ടൻറ്റ് വൈസ് വിശ്വാസത്തിൻ്റെ അകത്ത് വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞാൽ വിശ്വാസം കുറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല, സംശയം കൂടിയെന്നാണ് പറയാൻ പറ്റത്തുള്ളൂ. കണ്ടൻറ്റ് വൈസ് അങ്ങനെ. മുട്ടയുടെ വെള്ളക്കാരും ചുവന്നക്കാരും ഇല്ലേ അല്ലേ? അപ്പോൾ അതുപോലെ ചുവന്നക്കാര് കുറവാണെങ്കിൽ അത്രയും വെള്ളക്കാർ കൂടിയിരിക്കും. അതാണ് എൻ്റെ തീരുന്നത്. വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ വിശ്വാസം കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംശയം കൂടുതലാണെന്ന് അതിൻ്റെ അർത്ഥം. കാര്യം ഇത് രണ്ടും ഒരുമിച്ചാണ് പോണത്. ഇതൊരു ഭയങ്കര ട്രീറ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണിത്. അതായത് നിങ്ങൾക്ക് വിശ്വാസം കൂടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംശയം കുറഞ്ഞെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മളെ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്താണ്? വിശ്വാസത്തെ ടാർഗറ്റ് ചെയ്യണം. വിശ്വാസത്തെ നേരിട്ട് ടാർഗറ്റ് ചെയ്താൽ പറ്റത്തില്ല. വിശ്വാസം ഒരു റിസൾട്ടാണ്. വിശ്വാസം റിസൾട്ടാണ്. എന്തിനാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? സ്നേഹത്തെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അതാണ്
ബൈബിളിൻ്റെ ഒരു വെളിപാടതാണ്. എന്താണ്? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. ഇപ്പം സംശയത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് കുറച്ച് സംശയം നീങ്ങിയത് കൊണ്ട് ആക്റ്റീവ് ഫെയ്ത്തിലേക്ക്, ഒരു അപ്ലൈഡ് ഫെയ്ത്തിലേക്ക് വരത്തില്ല. ആ പ്രായോഗിക വിശ്വാസത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോഷണൽ ഫാക്കൽറ്റി പവർഫുള്ളാകണം. അപ്പോഴും പലപ്പോഴും സംശയം തീർക്കാൻ വേണ്ടി ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റിയിലാണ് നമ്മൾ പഠനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പഠനങ്ങൾ എപ്പോഴും ബൗദ്ധികമായ ഫാക്കൽറ്റിയിൽ മാത്രമേ അത്, പക്ഷേ അതിൻ്റെ കൂടെ സംശയങ്ങൾ തീർന്നാലും ഒരു ആക്റ്റീവ് ഫെയ്ത്തിലേക്ക്, ആ വിശ്വാസം പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആശയപരമായിട്ട് നമ്മൾ ഓക്കെ ആയാൽ മാത്രം പോരാ, നമ്മൾ വൈകാരികമായിട്ട് ഓക്കെ ആകണം. വൈകാരികമായിട്ട് ആരുമായിട്ട് ഓക്കെ ആകണം? ദൈവമായിട്ട് ഓക്കെ ആകണം. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കണം. ഈ ദൈവമായുള്ള സ്നേഹത്തിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഉടമ്പടിയിൽ അതിൻ്റെ ഫോർമുലയുണ്ട് മുഴുവനും. അത് നിങ്ങൾ എപ്പോഴും ചെയ്യണം. ഉടമ്പടിയിൽ വരുന്ന പ്രശ്നം, ചില ആൾക്കാർക്ക് ഇട്ടിപ്പെട്ട് സാക്ഷ്യങ്ങൾ പറയാൻ കാര്യം, ദൈവവുമായിട്ടുള്ള ഇവരുടെ വൈകാരിക ബന്ധം പെട്ടെന്ന് ബൂസ്റ്റഡ് ആവും. ഉടമ്പടിയിൽ ദൈവമായിട്ടുള്ള, ഇപ്പം ചെറിയ പറഞ്ഞു, ഞാൻ നല്ല വെയിലായിരുന്നു അച്ഛാ, ഇപ്പം ഇന്നലെയൊക്കെ പറയുക, നല്ല ചെറുപ്പകാലത്തൊക്കെ വന്ന് ഇട്ടിപ്പെട്ട് സാക്ഷ്യം പറഞ്ഞു, നല്ല വെയിലായിരുന്നു, വേർത്തൊലിച്ചു, ഞാൻ 10 രൂപ കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിൽ ചെന്നപ്പോൾ തന്നെ കൊന്തയിട്ട ഒരാൾ എന്നെ കളിയാക്കിയെന്ന്. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. കാര്യം കൊന്തയിട്ടവൻ തന്നെ എന്നെ കളിയാക്കി. കൊന്തയിട്ടവൻ ചിലപ്പോൾ അവൻ കൊന്തയിട്ടോണ്ടിരിക്കും, പിശാചിനും കൊന്തയിടാവില്ല. അതിലത്തെ കാര്യമില്ല. എന്തുമാത്രം പിശാച് കൊന്തയിട്ട് നടക്കണം, അതിൻ്റെ കാര്യമില്ല. പക്ഷേ ഇവളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തട്ടായി. അപ്പം എന്നാ ചെയ്ത്? അപ്പം അത് നിസ്സാരമത്രേ ഉള്ളൂ. അതായത് നിൻ്റെ വിശ്വാസം ഈ കൊന്തയിട്ട് നിൽക്കുന്ന പിശാചിനേക്കാൾ അതൊരു പ്രലോഭനമായിട്ട് തന്നിരിക്കുകയും അതിനെ നീ അതിജീവിക്കണം. എന്നുവെച്ചാൽ എന്തതിജീവിക്കണം എന്നാണ്? വിശ്വാസം അതിജീവിക്കണം എന്നല്ല, എന്നോടുള്ള നിൻ്റെ സ്നേഹം ഈ കൊന്തയിട്ട പിശാചത്തിൽ നൽകുന്ന പ്രലോഭനത്തെക്കാൾ നിൻ്റെത് ഉയർത്തണം. ദാറ്റ് മീൻസ് നീ സ്നേഹത്തിൽ വളരണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുല്യം
ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ അച്ഛൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഉത്തരമായിട്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉത്തരമായിട്ട് എന്ത് പറയും? എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പം ഇതിനകത്ത് 1000 പേരുണ്ടെങ്കിൽ മാർക്ക് ഇടുകയാണെങ്കിൽ ചിലർക്ക് 2 മാർക്ക്. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞ ഉത്തരത്തിന് ചിലക്ക് 2 മാർക്ക്, ചിലക്ക് 6 മാർക്ക്, ചിലക്ക് 8 മാർക്ക്, ചിലക്ക് 9 മാർക്ക്. അതിൻ്റെ വ്യത്യാസം നിങ്ങളെല്ലാം പറഞ്ഞ ഒന്നല്ലേ? നിങ്ങളെല്ലാം പറഞ്ഞ ഒന്നല്ലേ? പിന്നെ എന്തിനാ മാർക്ക് വ്യത്യാസം ഉണ്ടാകണത്? അത് ചിലർ ബോധമില്ലാതെ പറയും, ചിലർ യാന്ത്രികമായിട്ട് പറയും, ചിലർ വിശ്വാസത്തോടെ പറയും, ചിലർ സ്നേഹത്തോടെ പറയും. അതിനാ മാർക്ക് വേണ്ടത്? സ്നേഹത്തോടെ പറയുന്നതിനാണ് മാർക്ക് 9 മാർക്ക്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധ വേണ്ടത്, പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് സ്നേഹത്തോടെയാണ് പ്രാർത്ഥിച്ചതെന്ന്. എപ്പോഴും നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. എപ്പോഴും നമ്മൾ ഒരു ആന്തരികമായിട്ടുള്ള ചോദ്യം ഉണ്ടാക്കേണ്ടത് എന്താണ്? ഞാൻ സ്നേഹത്തോടെയാണ് പ്രാർത്ഥിച്ചത്, സ്നേഹത്തോടെയാണ് ഞാൻ കർത്താവിന് കൈമാറിയത്, സ്നേഹത്തോടെയാണ് ഞാൻ ഉടമ്പടി വിശ്വാസം പ്രയോഗത്തിലേക്ക് വരുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഓരോ പദ്ധതികളും പ്രക്രിയകളും ഞാൻ നിറവേറ്റുമ്പോൾ ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. ഇത് പെട്ടെന്ന് ബൂസ്റ്റപ്പ് ആവും. സ്നേഹത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊക്കെ വന്ന ഒരു വഴിയാണ് ഞാൻ നിങ്ങൾ പറയണത്. ഞാൻ വന്ന വഴിയൊന്നുമല്ല, ബൈബിളിലുള്ള എല്ലാം ഈ ടൈപ്പാണ്. ഇന്നലെ കെസ്സിയ എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യങ്ങൾ. കെസ്സിയയുടെ പ്രോബ്ലം, കെസ്സിയ അപ്പനെയും കൊണ്ട് വന്നിരിക്കുകയാണ് ഇവിടെ. എനിക്ക് ഈ ആഴ്ചയിൽ ഏറ്റവും ടോപ്പായിട്ട് എന്നെ സ്പർശിച്ചത് കെസ്സിയയുടെ സാക്ഷ്യമാണ്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, കെസ്സിയ അപ്പനെയും കൊണ്ട് വന്നിട്ട് അപ്പനെ ഫെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ്. അപ്പം ഇയർ ബാലൻസിന് അപ്പം കെസ്സിയുടെ ഒരു പ്രത്യേകത, ഉടമ്പടിയുടെ ധ്യാനങ്ങളെല്ലാം ഇവൾ പ്രാർത്ഥിച്ചാണ് കേൾക്കണത്. ഉടമ്പടിയുടെ ധ്യാനം കൂടാൻ വേണ്ടി കൂടും. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ധ്യാനം കൂടണമെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ഡേഷൻസ് ഉണ്ടാകണത് എല്ലാം ഇവിടെ. നിങ്ങളുടെ സബ്ജക്റ്റ് എപ്പോൾ സംസാരിക്കുമെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ലല്ലോ. ഉടമ്പടി എന്ന് പറയുമ്പോൾ പുറപ്പാട് 25-35 വെച്ചുള്ള സംസാരമാണ്. കാര്യം ഞാൻ എൻ്റെ ജനങ്ങളോട് കൃപാസനത്തിൽ നിന്ന് സംസാരിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഉടമ്പടി ധ്യാനത്തിന് മറ്റു വചന പ്രഘോഷങ്ങളെക്കാളും സന്ദേശവിഹിതമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ വിഷയം ചിലപ്പോൾ സംസാരിച്ചെന്ന് വരും കർത്താവ്. നിങ്ങളിപ്പോൾ ഇന്ന് കടന്നു പോകുന്ന പർട്ടിക്കുലർ പ്രോബ്ലം നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ദൈവത്തിനടുക്കുമ്പോൾ കരയാൻ മാത്രമേ നമുക്ക് നേരം ഉണ്ടാകത്തുള്ളൂ. സ്നേഹം കൊണ്ടും കേട്ടും മനസ്സിലാക്കിയും നമ്മളറിയാതെ ഇങ്ങനെ ദൈവം ഇത്രയും നമ്മളൊരു കൃമിയും കിടമൊക്കെ ഇട്ടും നമുക്ക് നമ്മുടെ നാട്ടുകാർ പോലും നമ്മൾ അംഗീകരിക്കണില്ല, നമ്മുടെ വീട്ടുകാർ പോലും നമ്മൾ അംഗീകരിക്കണില്ല. വീട്ടിൽ തന്നെ ഗ്രൂപ്പിസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഈ വീട്ടിൽ എനിക്കൊരു വിലയുമില്ല. അപ്പം അങ്ങനെ ഈ ഇപ്പം നിൻ്റെ വീട്ടിൽ നിനക്ക് വിലയില്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചോ. ചിലപ്പോൾ അവരുടെ അനീതിയായിരിക്കും, ചിലപ്പോൾ നിൻ്റെ കയ്യിരിപ്പ് കൊണ്ടായാലും, പക്ഷേ ഫീൽ ചെയ്യണത് നിനക്കാണ്. പക്ഷേ ഇങ്ങനെ ഒരു പൊസിഷനാണെങ്കിൽ പോലും ആരും തരാത്തൊരു വില ദൈവം നമുക്ക് തരും. അത് നമ്മുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. ഇത് ആരും അപ്പം സ്വന്തം വീട്ടുകാർ പോലും തരാത്ത വില. അപ്പോഴും ഞാൻ എപ്പോഴും മനസ്സിലാക്കേണ്ട ഇതാണ്,
നിന്റെ വീട്ടിൽ പോലും നിനക്കില്ലാത്ത വില ദൈവത്തിൻ്റെ തിരുസേന നിനക്കുണ്ട്. പക്ഷെ നീ ഇത് കണ്ടെത്തണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, നിനക്ക് എന്നോട് നീ കൽപ്പിക്കുന്ന വില, എന്നോട് നീ കൽപ്പിക്കുന്ന വില മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. നീ എനിക്ക് കൽപ്പിക്കുന്ന വില മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. അപ്പൊ കെസിയ വന്ന് പറഞ്ഞത്, അവളുടെ അപ്പൻ ഇങ്ങനെ ഇയർ ബാലൻസായിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങളുടെ നിങ്ങളുടെ പഴയ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കുടുംബം അരിമുട്ടിയല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വിഷമിക്കുമ്പോൾ പെട്ടെന്ന് ഉടമ്പടി ധ്യാനത്തിലൂടെ പറയുന്നു, നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടി ധ്യാനത്തിനെ ശ്രദ്ധിക്കണം. ആ ധ്യാനത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ഉടനെ പിന്നെ എന്താ കെസിയോട് പറഞ്ഞത്, ഉടമ്പടിയിരിക്കുന്ന വ്യക്തികൾ മറ്റു വ്യക്തികളുടെ സ്വരങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞാനിങ്ങനെ ഓർത്ത് പറയണമല്ലേ. ഇവിടെ വരുമ്പോൾ കുറേ കാര്യം കർത്താവ് എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് വേറെ കാര്യങ്ങൾ പറയും. അപ്പോൾ അതൊക്കെ ഞാൻ കേൾക്കണ മനസ്സിൽ ഈശോ പറഞ്ഞ് കേൾക്കണ കാര്യങ്ങൾ നിങ്ങളോട് പറയും. പക്ഷേ ഇത് ആരെങ്കിലും കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വില ഉണ്ടെന്ന് പറയാൻ കാര്യം. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എത്ര കെട്ടുന്ന മനുഷ്യരാണെന്ന് പറഞ്ഞാലും ദൈവം നിങ്ങളുടെ വില ഒരിക്കലും കുറയത്തില്ല. സ്വർണം പോലെയല്ലേ, സ്വർണത്തിൻ്റെ വില കുറയത്തില്ല. ചളങ്ങിയാലും കുറയത്തില്ല, അത് കറുത്താലും കുറയത്തില്ല, വില കുറയത്തില്ല അതിൻ്റെ. അപ്പം അതുപോലെ നീ സ്വർണമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ സ്വർണമാണ് എനിക്കെന്ന്. സ്വർണം മങ്ങിപ്പോയത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ വില കുറഞ്ഞത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വിലാപങ്ങൾ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയിൽ ചിതറിക്കിടക്കുന്നു. അതായത് ഇസ്രായേലിനെ കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ദൈവപൈതലിനെ കുറിച്ചും പറയുന്നത്, ദൈവം ചോദിക്കണം എങ്ങനെ, സ്വർണത്തിൻ്റെ വില എങ്ങനെ കുറഞ്ഞെന്നല്ല ചോദിക്കുന്നത്. അങ്ങനെ ഒരിക്കലും കുറയത്തില്ല. നീ സ്വർണമാണ്. നിനക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? മങ്ങിപ്പോകാം. നീ ദൈവത്തിന് നകലുന്നതനുസരിച്ച്, വിശ്വാസം കുറയുന്നതനുസരിച്ച് കൊണ്ട്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ കുറയുന്നതനുസരിച്ച് കൊണ്ട് നിനക്ക് മങ്ങൽ വരാം, പക്ഷെ വില കുറയത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ നമുക്ക് വില കുറഞ്ഞാലും ദൈവ തിരുസന്നിധിയിൽ ഒരിക്കലും നമ്മുടെ വില ഇടിയത്തില്ല. അതാണ് നമ്മുടെ കോൺഫിഡൻസിൻ്റെ തന്നെ. ദൈവ തിരുസന്നിധി വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അതായിരിക്കണം. കാര്യം നിങ്ങളുടെ പാപങ്ങൾ കൊണ്ടോ, ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞാൽ എന്താണ്, അയ്യോ ഞാൻ പാപിയാണ്, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ, ഞാൻ പാപാവസ്ഥ ജീവിക്കുന്ന ആളാണ്, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് നീയാണ് വിഡ്രോ ചെയ്ത് പോണത്. പക്ഷേ കർത്താവ് എന്താ പറയണത്, നീ ഇപ്പോഴും സ്വർണം തന്നെയാണ്, മങ്ങിപ്പോയിട്ടുണ്ടെന്ന കാര്യം സത്യമാണ്, പക്ഷെ നിന്റെ വില കുറഞ്ഞിട്ടില്ല. കൈയിടിച്ച് കർത്താവ് കുറയാത്തത് കൊണ്ടാണ്, നമ്മുടെ വില ദൈവത്തിരുസന്നിധി കുറയാത്തത് കൊണ്ടാണ് നിനക്ക് പകരം ഞാൻ ജനതകളെ നൽകിയെന്ന് പറയണത്, രാജാക്കന്മാരെ നൽകിയെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
43 അധ്യായം 4 വാക്യം. നീ എനിക്ക് വിലപ്പെട്ടവനും പറഞ്ഞ്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയപ്പെടേണ്ട മകനേ, മകനേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, എന്ത് പ്രശ്നം വന്നാലും ഈ വചനങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഇത് നിങ്ങൾക്കറിയാം, ഇത് ഓൺലൈൻ ലീസോ ഈ ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ചെറിയ കൺഫ്യൂഷൻ ഞങ്ങൾ തമ്മിലുള്ളത്. അതായത് ഇപ്പം ആദ്യം പറഞ്ഞ എന്താണ്, വിലാപങ്ങൾ. നീ എന്തവസ്ഥയാണെങ്കിലും തങ്കമാണ്. ഇപ്പോഴും മങ്ങിപ്പോകാം, പക്ഷെ വില കുറഞ്ഞിട്ടില്ല. ഉടമ്പടി എടുക്കാൻ വരുന്ന ഓരോ മനുഷ്യനും അറിയേണ്ടതാണ്, എൻ്റെ പാപാവസ്ഥ, എൻ്റെ ജീവിത രീതി എന്ത് തന്നെയായാലും ദൈവത്തിരുസന്നിധിയിൽ എൻ്റെ വില കുറഞ്ഞിട്ടില്ല. കൈയടിച്ച് സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് ഉടമ്പടിയുടെ എഫിക്കസി ഓഫ് കവനന്റ്. അതായത് നമ്മളെ തന്നെ വിലയിടിച്ചാലും അങ്ങനെ നമ്മൾ ചിന്തിച്ചാലും ദൈവം അങ്ങനെ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീ ഫ്രഷായിട്ടാണ് നീ ദൈവസന്നിധിയിൽ ഉടമ്പടി എടുക്കുന്നത്. പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ നിനക്കെന്താ ചെയ്യേണ്ടത്? നിനക്കിതിനെക്കുറിച്ച് ഒരു മിനിമം, ഇപ്പം കെസിയായോട് പറഞ്ഞ എന്താ, ഡോക്ടർ പറഞ്ഞ എന്താ, അപ്പായി ഇനി ജോലിക്ക് പോയിട്ടത് കേട്ടോ, അപ്പായിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ്, അത് തിരിച്ച് വീണ്ടും വരുമെന്ന് പറയും. അപ്പോൾ അരിമുട്ടിപ്പോയില്ലേ? അരിമുട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് ഇപ്പം പറഞ്ഞ അരിമുട്ടിയല്ല ഈശോ എന്ന് പറഞ്ഞു. ഇത് ചില ഈ മനുഷ്യന്മാരുടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വിശ്വാസ ലെവലിനേക്കാൾ ചെറുക്ക് വിശ്വാസ ലെവൽ നെഗ്ലിജിബിളായിട്ട് കളയും. എന്നാൽ അതൊരു അവഗണിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് കഴിയും. കാര്യം അവർക്ക് വിശ്വാസത്തേക്കാൾ ഉപരി സ്നേഹമാണ് മുറ്റി നിൽക്കുന്നത്. നിൻ്റെ ഹൃദയത്തെ വിശ്വാസം കൂടിയാൽ, അല്ലെങ്കിൽ സ്നേഹം കൂടിയാൽ പിന്നെ വിശ്വാസം ഒരു വിഷയമാകത്തില്ല. ചില ആൾക്കാർ വന്ന് ചോദിക്കുമല്ലോ, അവിടെ വന്ന് ഉടമ്പടി എടുക്കണം, പോയി നോക്കാം, മറ്റുള്ളവരുടെ സാക്ഷിയൊക്കെ കേൾക്കാം, അല്ലെങ്കിൽ അമ്മയെക്കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് നോക്കാം, അമ്മയ്ക്ക് എന്ത് കിട്ടിയെന്ന് അറിയാം. ഇങ്ങനെയൊക്കെ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ചില ആൾക്കാർ വരുന്നില്ലേ? അവൻ്റെ കാര്യം പോക്കായിരിക്കും. എന്താ കാര്യം? അവൻ ടെസ്റ്റ് ചെയ്യണത് ആരെയാ? കർത്താവിനെയല്ല ടെസ്റ്റ് ചെയ്യണത്. അവൻ ടെസ്റ്റ് ചെയ്യണത് ആരെയാണ് ശരിക്കും? അവനെ തന്നെ ടെസ്റ്റ് ചെയ്യണം. എന്താണ്? എനിക്കിത് പറ്റത്തില്ലെന്ന് അവൻ തന്നെത്താൻ ധരിക്കുന്നു. എനിക്ക് ഉടമ്പടി പറ്റത്തില്ലെന്ന് ധരിക്കുന്നു. പക്ഷെ ദൈവം എന്താ പറയണത്? നിനക്ക് പറ്റുമെന്നാണ് ദൈവം പറയണത്. എന്താണ്? നീ ഇപ്പോഴും തങ്കമാണ്, നിൻ്റെ വില കുറഞ്ഞിട്ടില്ല, നീ നിന്നെ തന്നെ മോശമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണതാണ്. അപ്പം ആദ്യം ചെയ്യേണ്ടത്, ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ്, നമ്മളെ തന്നെ വില കുറച്ച് കളയുന്ന ആ സംഭവം മാറ്റിവെക്കണം. മാറ്റിയിട്ട് എൻ്റെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ ദൈവം തന്നെയാണ്,
ഇന്നും ദൈവതിരുസ്ഥന് എനിക്ക് വിലയുള്ളത് കൊണ്ടാണ് എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ആര് പറഞ്ഞാലും എന്ത് കേട്ടാലും ഇവിടെ ഞാൻ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് നീ ദൈവമായിട്ട് കൈ കൊടുക്കണം. എന്താ കാര്യം? നിൻ്റെ ജീവിതം എല്ലാം പുതുതായിട്ട് തുടങ്ങാൻ പോകുകയാണ്. ഇനി നിൻ്റെ ജീവിതം ദൈവം തീരുമാനിക്കും, വേറെ ആരും തീരുമാനിക്കാനില്ല. ബാങ്കുകാർ തീരുമാനിക്കത്തില്ല, ഡോക്ടർ തീരുമാനിക്കത്തില്ല, ആരുമേ തീരുമാനിക്കത്തില്ല. നിൻ്റെ കാര്യം ആര് തീരുമാനിക്കും? നിന്റെ ദൈവം തീരുമാനിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതാണ് ഒരു കോൺഫിഡൻസ് എന്ന് പറയണത്. കാരണം ദൈവദൃശ്യം നമ്മളെ സ്റ്റാറ്റസിന് മങ്ങലരുതേ ഉള്ളൂ, പക്ഷേ ഡാമേജ് ആയിട്ടില്ല. ഇത് ബൈബിൾ നിനക്ക് തരുന്ന ഏറ്റവും വലിയ അഷ്വറൻസാണ്. എന്താണ്? മേ ബി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ദൈവദൃശ്യം നിൻ്റെ സ്റ്റാറ്റസ് അല്പം മങ്ങിപ്പോയി കാണും, പക്ഷേ ഡാമേജ് ആയിട്ടില്ല. അത് കർത്താവ് നിങ്ങൾക്ക് തരുന്ന വെളിപാടാണ്. കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. തുല്യം ചെയ്യാൻ സുന്ദരേ